ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ആധുനീകരിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള കെട്ടിടം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ പൊളിക്കും. KSRTCയുടെയും വൈറ്റില മൊബിലിറ്റി ഹബിന്റെയും ഉടമസ്ഥതയിലുള്ള ഭൂമി പരസ്പരം വെച്ചുമാറാൻ ആലോചിച്ചിരുന്നത് വേണ്ടെന്ന് വെച്ചു. ഇതനുസരിച്ച് ധാരണാപത്രത്തിലും മാറ്റം വരുത്തും. കാരിക്കാമുറിയിലെ ഭൂമിയിൽ 2.9 ഏക്കറാണ് പുതിയ ടെർമിനലിന്റെ നിർമ്മാണത്തിനായി KSRTC നൽകുന്നത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പുറത്തേക്കുള്ള വഴിയും ടെർമിനലിന്റെ ഭാഗമാകും. പുതിയ ടെർമിനലിലെ 6 ബസ് ബേകൾ KSRTCക്ക് മാത്രമായി ഉപയോഗിക്കാൻ ലഭ്യമാകും. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, ജീവനക്കാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവയും ഒരുക്കും. ഗരാജ് മാറ്റി സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ടെർമിനലിൽ വരുമാന സൃഷ്ടിക്കുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട്. വൈറ്റില ഹബിലും KSRTCക്ക് ഉപയോഗാവകാശവും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് സൗകര്യങ്ങളും ലഭ്യമാക്കും. KSRTC ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറാൻ കഴിയും വിധം വൈറ്റില മൊബിലിറ്റി ഹബിന്റെ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് 12 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ KSRTCയുടെയും സ്വകാര്യ ബസ്സുകളുടെയും 2 ഹബ്ബുകൾ ഇതോടെ നിലവിൽ വരും. കാരിക്കാമുറിയിൽ ഹബ്ബ് വരുമ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനും എന്നത് യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകും. വിപുലമായ പരിപാടികളോടെ 76ാം റിപ്പബ്ലിക് ദിനം എറണാകുളം ജില്ല ആഘോഷമാക്കി. കാക്കനാട് കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി P. രാജീവ് ദേശീയ പതാക ഉയർത്തി ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പരേഡ് പരിശോധിച്ച അദ്ദേഹം വിവിധ പ്ലാറ്റൂണുകളുടെ മാർച്ച് പാസ്റ്റിൽ അഭിവാദ്യം സ്വീകരിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 24 പ്ലാറ്റൂണുകളും 3 ബാൻഡുകളുമാണ് പരേഡിൽ അണിനിരന്നത്. DHQ ക്യാമ്പ് കൊച്ചി സിറ്റി, എറണാകുളം റൂറൽ പോലീസ്, കൊച്ചി സിറ്റി പോലീസ്, സിറ്റി വനിതാ പോലീസ്, റൂറൽ വനിതാ പോലീസ്, തൃപ്പൂണിത്തുറ ആംഡ് പോലീസ് ബറ്റാലിയൻ, എക്സൈസ്, സി കാഡറ്റ് കോർ, NCC തുടങ്ങിയ പ്ലാറ്റൂണുകളാണ് അണിനിരന്നത്. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള സിവിൽ ഡിഫൻസ്, സി കാഡറ്റ് കോർ, കസ്റ്റംസ് കാഡറ്റ് കോർ, സ്റ്റുഡന്റ് പോലീസ് പ്ലറ്റൂണുകൾ തുടങ്ങിയവയും പരേഡിൽ അണിനിരന്നു. കൊച്ചി ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് രാജ്യസുരക്ഷയ്ക്കായി ജീവത്യാഗം ചെയ്ത സൈനികർക്ക് യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഹൈക്കോടതിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗികളുടെ ലാബ് പരിശോധനാ റിപ്പോർട്ട് ഇ-ഹെൽത്ത് മുഖേന ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിക്ക് ഇന്നലെ തുടക്കമായി. ഇതുവഴി രോഗികളുടെ പരിശോധനാ ഫലങ്ങളുടെ റിപ്പോർട്ടുകൾ ഡോക്ടർമാരുടെ സമീപത്തെ കമ്പ്യൂട്ടറുകളിൽ കാലതാമസം കൂടാതെ ലഭ്യമാകും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഇ-ഹെൽത്ത് പദ്ധതി 2023 സെപ്റ്റംബറിൽ ആരംഭിച്ചുവെങ്കിലും ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ മാത്രമാണ് നടപ്പാക്കിയത്. രണ്ടാം ഘട്ടത്തിൽ OP കൺസൾട്ടേഷൻ, അഡ്വാൻസ് ബുക്കിംഗ്, ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്, OP ബില്ലിംഗ് എന്നീ സംവിധാനങ്ങൾ നടപ്പാക്കി. OPകളിൽ ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുത്തിയത് രോഗികൾ അധിക സമയം ക്യൂവിൽ നിൽക്കുന്നത് ലഘൂകരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിന്റെ DHS ഫണ്ട് ഉപയോഗിച്ചാണ് OPയിലേക്ക് ആവശ്യമായ ഹാർഡ്വെയർ സജ്ജീകരിച്ചത്. KMSCLൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് IP സെക്ഷനിലെ ഹാർഡ്വെയർ തയ്യാറാക്കിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.